നമസ്കാരം. അർജുൻ മനാഫ് വിഷയം സത്യത്തിൽ ഇന്നലെ തീർന്നതാണ്. അവർ തമ്മിലുള്ള പിണക്കം ഇന്നലെ അവസാനിച്ചതോടുകൂടി, അല്ലെങ്കിൽ അവർ ചേർന്ന് നിന്ന് ചായ കുടിച്ച് ആ സൗഹൃദം വീണ്ടും പഴയതുപോലെ ഊട്ടിയുറപ്പിച്ച് അവർ പരസ്പരം പുണർന്ന് പിരിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. അതവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് ഒരു ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ആ ചാനൽ, യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ അതിലെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് ഈ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ, ലോറി ഉടമ മനാഫ് എന്ന ആ യൂട്യൂബ് ചാനലിൽ 2 ദിവസം കൊണ്ട് 4.5 ലക്ഷം സബ്സ്ക്രൈബർ എങ്ങനെ ആയി എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സബ്സ്ക്രൈബർ ആയതല്ല വിഷയം, അതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോയി മനാഫ് ഒരു മുസ്ലിമാണെന്നും അർജുൻ ഒരു ഹിന്ദു ആയതുകൊണ്ടും അല്ലെങ്കിൽ അർജുന്റെ കുടുംബം ഹിന്ദുക്കളായതുകൊണ്ടും അവരോടുള്ള ഒരു ആന്റി ഹിന്ദുയിസം കൊണ്ടാണ്, ഒരു വർഗീയത കൊണ്ടാണ് അവിടെ മനാഫിന് അത്രയധികം സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് എന്ന നിലയിലുള്ള ഒരു സംസാരം കേട്ടപ്പോൾ സത്യത്തിൽ സഹിക്കാൻ വയ്യ. ആരാണ് ഇവിടെ വർഗീയത പറയുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. എൻ്റെ ദൃഷ്ടിയിൽ ഇവിടെ അർജുന്റെ കുടുംബമോ മനാഫോ വർഗീയത പറയുന്നില്ല. അവരത് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇവിടെ ഈ പറയുന്ന ചാനൽ അടക്കമുള്ളവർ അത് പറഞ്ഞു. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം അർജുന്റെ അളിയന്റെ പ്രൊഫൈല് പൊക്കി പിടിച്ചുകൊണ്ട് അയാൾ സംഘിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, അയാൾ സംഘി ആയാൽ എന്താ കുഴപ്പം എന്ന്. കാരണം ഇവിടെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഒരു സംഘടനയോ ഇല്ലാതെ ആരുമില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ആൾക്കാരുള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് അവർ മറ്റ് മേഖലയിലൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിൽ ജീവിക്കാനോ പാടില്ല എന്നാണോ പറയുന്നത്? ആശയവും സംഘടനയും ഒക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പോ മനാഫിന്റെ കുടുംബം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അർജുന്റെ കുടുംബത്തിനും അവരുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനയിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കും ഇല്ലേ. അതങ്ങനെ പ്രവർത്തിക്കുമ്പോഴും ഇവർ തമ്മിൽ സഹകരിക്കുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ സഹകരിച്ച് പോകുമ്പോഴാണല്ലോ അതിനെ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ച സത്യത്തിൽ ഇവിടുത്തെ യൂട്യൂബ് ചാനലുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും അധികം പൊങ്കാലകളും തെറിവിളികളും വരുന്നത്. നമുക്കറിയാലോ എങ്ങനെയാണ് ഈ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത്. എന്നാൽ ഏതൊരു പൊട്ടനും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ മനാഫിന് ഇത്രയും സബ്സ്ക്രിപ്ഷൻ എങ്ങനെ വന്നു എന്നുള്ളത്. ഞാനടക്കമുള്ള മുഴുവൻ ചാനലുകളിലും, യൂട്യൂബ് ചാനലുകളിലും വീഡിയോകൾ കാണുന്ന ആൾക്കാർ ഒരു കാരണവശാലും അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത്. എല്ലാവരും അത് ചെയ്യില്ല, മടിയാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് മടിയാണ്. ഇപ്പൊ എൻ്റെ ഒരു റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ 7 ലക്ഷത്തിന് മേലെ ആൾക്കാരാണ് കണ്ടത്. മറ്റു ചില വീഡിയോകളും 6, 7, 8 ലക്ഷം കണ്ടിട്ടുണ്ട്. ഈ അർജുനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു പ്രതിഷേധ വീഡിയോയിൽ 1 മില്യൺ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിന് 1 ലക്ഷം സബ്സ്ക്രൈബർ മതിയോ? മില്യൺ കഴിഞ്ഞ് നിൽക്കണ്ടേ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഏത് മരപ്പൊട്ടനും അറിയാം. അർജുൻ എന്ന ആ ഒരു ചെറുപ്പക്കാരനെ മലയാളികൾ സ്നേഹിച്ചു. അത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. ആ അർജുന്റെ ജീവന് വേണ്ടിയിട്ട് മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചു. അത് സോഷ്യൽ മീഡിയ പേജുകളും യൂട്യൂബ് പേജുകളും അതുപോലെ ഫേസ്ബുക്കും മറ്റ് മെയിൻ സ്ട്രീം ചാനലുകളും എല്ലാം അത് വാർത്തയാക്കി. അങ്ങനെ അർജുനെ എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, അർജുന് വേണ്ടിയിട്ട് ശിരൂരിൽ നിലകൊള്ളുന്ന മനാഫിനെയും അറിയാം. എന്നാൽ ഇത് രണ്ടുമല്ലാതെ മറ്റൊരു വിഭാഗം അവിടെ ഉണ്ട്, അർജുന്റെ കുടുംബം. ആ കുടുംബത്തിൽ ഈ പറഞ്ഞ വാർത്താ സമ്മേളനം നടത്തിയ അർജുന്റെ അളിയനടക്കമുള്ള ജിത്തിനടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അവരും ഈ അർജുന് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതൊന്നും വേണ്ടത്ര വാർത്താ പ്രാധാന്യം വന്നില്ല. അതുകൊണ്ട് ഇത്രയധികം സംസാരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ മനാഫിനെ കുറിച്ച് അധികം സംസാരിക്കലുണ്ടായി, അതുപോലെ തന്നെ അർജുനെ കുറിച്ചും അധികം സംസാരിക്കലുണ്ടായി. അതുകൊണ്ട് മലയാളികളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ അർജുന്റെ കുടുംബം ഒരു സാധാരണ കുടുംബം, ഒരു പാവപ്പെട്ട കുടുംബം, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു വീരപുരുഷനായി ഈ പറയുന്ന മനാഫിനെ ജനങ്ങൾ മനസ്സിലേറ്റി. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നിടത്താണ് അർജുന്റെ വീട്ടുകാർ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത്. അതില് അവരുടെ വിഷമങ്ങൾ അവർ എണ്ണി പറഞ്ഞപ്പോ അത് മനാഫിന് എതിരെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയപ്പോ സ്വാഭാവികമായിട്ടും ഇവരെ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമൂഹം, അവരാണല്ലോ ഇവരെ എല്ലാ വീഡിയോകളും കണ്ടുകൊണ്ടിരുന്നത്, അവർ അതിന്റെ പ്രതിഷേധ സൂചകമായിട്ട് എല്ലാവരും കയറി മനാഫിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇവരത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് ചെയ്തു. അല്ലാതെ അതിൽ വേറെ കൂടാലോചന നടന്നിട്ടില്ല. അതില് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവരും മനാഫിനെ വിളിച്ചവരും എല്ലാം മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ, മറ്റു മതസ്ഥർ. ഇവിടെ മതം നോക്കിയിട്ടൊന്നുമല്ല ആരെയും വിളിക്കുന്നത്. ഇപ്പൊ എന്നെ വിളിക്കുന്നുണ്ട് പലരും. എന്റെ ജാതിയോ മതമോ നോക്കിയിട്ടാണ് അല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ആരാണ് മറുഭാഗത്തുനിന്ന് ഞാൻ നോക്കാറില്ല.
അവർ ചെയ്യുന്നത് എന്താണ് എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അത് സംഖ്യ ആയാലും ശരി, പോപ്പുലർ ഫണ്ട് ആയാലും ശരി, സുഡാപ്പി ആയാലും ശരി, മാർക്സിസ്റ്റ് ആയാലും ശരി, സേവാഭാരതി ആയാലും ശരി, സംഘപരിവാർ ആയാലും ശരി, ആരായാലും ശരി, അവർ ചെയ്യുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് എന്ന് തന്നെ പറയും. അതേസമയം അവരത് ചെയ്യുന്നത് മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിലുള്ള ആളാണെങ്കിൽ കൂടി അത് മോശം തന്നെ പറയും. അത് എന്റെ ശീലം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു. അർജുന്റെ സഹോദരന് സംഘിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ ആ സംഘിസത്തിന് എന്താ കുഴപ്പം, ബി ജെ പിക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചിട്ട് ബി ജെ പി ഭരണ സംവിധാനം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് കുറച്ച് ആൾക്കാർ ഞാനോട്ട് തെറ്റി. അവർ പറയണം നിങ്ങളെ വീഡിയോ കാണല് നിർത്തി. നിർത്തിയാൽ നിങ്ങൾ കാണണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു, വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഫണ്ട് ആപ്ലിക്കേഷനുള്ള ഫണ്ട് പിരിക്കുന്നതും അവരത് കൃത്യമായി ചെയ്യുമെന്ന് ഉറപ്പുള്ളതും അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്ന് ബൈത്തർ റഹ്മാന്റെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഞാൻ പറയേണ്ടായി. കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതായതുകൊണ്ടാണ്. ഈ ബൈത്തർ റഹ്മാൻ മുസ്ലിം ലീഗ് അത് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്കായി അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ സദസ്സിൽ ഞാനുള്ളത് കൊണ്ടാണ് അതെങ്ങനെ ചെയ്യണമെന്ന്. അത് മാത്രമല്ല, ഈ പൊളിറ്റിക്കൽ പാർട്ടികളൊന്നും അഴിമതി നടത്തൂല എന്നൊന്നും ഞാൻ പറയണില്ല. മിക്കവാറും എല്ലാ പാർട്ടികളും കൈയിട്ട് വാറലും അഴിമതിയും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ചാരിറ്റിക്ക് വേണ്ടി പണം പിരിച്ചാൽ അത് കൃത്യമായി പൈ ഇല്ലാതെ അതിലേക്ക് തന്നെ ചെലവഴിക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള 100% എനിക്ക് വിശ്വാസമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതെനിക്ക് ഇപ്പോഴും പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ മുസ്ലിം ലീഗുകാരനല്ല, ഒരു നിലയ്ക്ക് മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പും ഇല്ല, എടുക്കാനായിട്ട് ഉദ്ദേശമില്ല, അവർക്കെതിരെയാണ് താനും. എന്നാലും അവർ ഈ ചെയ്യുന്ന ഈ ഒരു കാര്യം ഞാൻ പറയണ്ടേ? അല്ലാതെ എനിക്ക് അവരോടുള്ള ദേഷ്യ വിദ്വേഷം കൊണ്ട് അവരെ തള്ളിപ്പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. അപ്പോ അത് എന്റെ ഒരു ശീലമാണ്. അതിൽ ഞാൻ സംഘപരിവാർ എന്ന് ഈ പറയുന്ന അർജുന്റെ അളിയനെ ആക്ഷേപിച്ചപ്പോൾ അതിന് എന്റെ പ്രതിഷേധം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ എന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് ആരോടും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഉള്ളതല്ല. ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ സംഭവത്തിലും ആരാണ് ശരി എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു, ഞാൻ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് അർജുന്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അത് മനാഫിനെതിരെയാണ് വന്നത്. മനാഫിനെതിരെ അർജുന്റെ കുടുംബം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തു. എന്നാൽ അവർ തമ്മിൽ യോജിച്ചു കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് അർജുനെ ഒരു സംഖ്യയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ ഞാൻ അനുകൂലിക്കില്ല. അത് തെറ്റാണ്, അതെന്റെ നിലപാടാണ്. അപ്പോൾ ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഇപ്പൊ കാണുമ്പോൾ ഇന്നലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് ചേർന്ന് പോയ അവരെ വീണ്ടും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമം ഇന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങി. ചാനലുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് കണ്ടതാ നേരത്തെ. അതിൽ അർജുന്റെ കുടുംബമൊക്കെ വളരെ പ്രതിഷേധിച്ചതാണ്. കള്ളത്തടി നടത്താൻ പോകുന്നു, മനാഫ് കള്ളത്തടി നടത്താൻ പോണു, അതേപോലെ കഞ്ചാവ് കടത്താൻ പോകുന്നു, അതിൻ്റെ ഉള്ളിൽ ചന്ദനമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ 2 ചാനലുകൾ വലിയ 2 ബില്ലും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ വന്നത് നമ്മൾ കണ്ടു. അവിടെയും ഈ 2 കുടുംബത്തെയും ധ്രുവീകരിക്കാനാണ് ശ്രമിച്ചത്. മനാഫ് ഒരു മുസ്ലിം കുടുംബമാണ്, അർജുന്റെ കുടുംബം ഒരു ഹിന്ദു കുടുംബമാണ് എന്ന ലെവലിൽ തന്നെയാണ് അവിടെ ആ ചർച്ചകൾ നടന്നത്. ഈ പറയുന്ന അർജുനെ മനാഫിൽ നിന്ന് അകറ്റാൻ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തെ മനാഫിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവണതയും അവിടെ നടത്തും. നിങ്ങളെ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ മനാഫ് മിസ്യൂസ് ചെയ്യായിരുന്നു, ചൂസ് ചെയ്യായിരുന്നു, അവന് ആപത്തിൽ ചാടിക്കായിരുന്നു എന്നൊക്കെ വരെ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ മനാഫ് ഇതേ ഒരു സൈബർ ആക്രമണം ഒരിക്കൽ നേരിട്ട ഒരാളാണ്. ഈ അർജുന്റെ ഈ വിഷയം നടക്കുന്ന സമയത്ത് തന്നെ അർജുന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് മഴ നനഞ്ഞ്, ഹാഷ്മി പറഞ്ഞതുപോലെ പനി പിടിച്ച് മഴ നനഞ്ഞ്, പോത്തുപോലെ മഴ നനഞ്ഞ് ജീവിക്കുന്ന ആ സമയത്തും ഈ വലിയ സൈബർ അറ്റാക്ക് നേരിട്ട ആളാണ് ഈ പറയുന്ന മനാഫ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ കണ്ടും കേട്ടും പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വിഷയം ഉണ്ടായില്ല. പക്ഷെ അർജുന്റെ കുടുംബം അങ്ങനെയല്ല. അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയധികം ഒരു സൈബർ അറ്റാക്കോ മറ്റു കാര്യങ്ങളോ അവർക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ട്, അവർക്കത് പരിചയമില്ലാത്തത് കൊണ്ട് അവർക്ക് കുറച്ച് പ്രയാസമുണ്ടായി. അവരത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആ പറഞ്ഞ രീതി ശരിയില്ലാത്തത് തന്നെ ഞാനും വിമർശിച്ചതാണ്. പക്ഷെ എന്ന് വെച്ച് ഒരു 2 വിഭാഗത്തെ 2 വിഭാഗങ്ങൾ 2 മതവിഭാഗങ്ങളായിപ്പോയി, 2 വിശ്വാസ വിഭാഗങ്ങളായിപ്പോയി എന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് അവരെ വീണ്ടും തമ്മിലടുപ്പിച്ച് മാറ്റി നിർത്താനുള്ള കുൽസിത ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റൂല. അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ആരാണ്, മറുവശത്ത് ആരാണെന്നുള്ളതല്ല. ഇവിടെ അർജുന്റെ കുടുംബം എന്ന് പറയുന്നത് വലിയ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പരിജ്ഞാനമുള്ള ആൾക്കാരൊന്നുമല്ല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ റവന്യൂയെ കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. അത് മനസ്സിലാക്കി തന്നെയാണ് മനാഫും അത് ആ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ തയ്യാറായത്. അത് മനാഫിന് മനസ്സിലായി. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. ഇന്ന് നേരം വെളുത്തപ്പോഴും
ഈ അർജുന്റെ കുടുംബത്തെയും ഈ മനാഫിന്റെ കുടുംബത്തെയും എങ്ങനെ തെറ്റിക്കാൻ പറ്റുമെന്ന് നോക്കി നടക്കാണ് ഈ യൂട്യൂബ് ചാനലിന്റെ ചില മുതലാളിമാര്.